ഹലോ ആൾ, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? കാര്യം ഈ റോസ് സെയിൽ ചെയ്യുന്നതും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇൻട്രസ്റ്റുള്ള സന്തോഷമുള്ള കാര്യം തന്നെയാണെങ്കിലും എൻ്റെ വീട്ടിലെ റോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വീടിന് ചുറ്റും ഇടയുള്ളിടത്തെല്ലാം തന്നെ സെയിലിനുള്ള റോസാ ചെടികൾ വെച്ചിരിക്കുന്നത് കാരണം നമുക്കിവിടെ പെസ്റ്റിൻ്റെ അറ്റാക്ക് നിയന്ത്രണാതീതമാണ്. അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ ചില നഴ്സറീസിലും ചെയ്യുന്നത് പോലെ വീര്യം കൂടി കെമിക്കൽസ് നമ്മളതിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊരു വീടായത് കാരണം കൊണ്ടും ഇവിടെ കുട്ടികളുള്ളത് കാരണം കൊണ്ടും നമ്മളങ്ങനെ ചെയ്യാറില്ല. സമയക്കുറവ് കൊണ്ടും ഇങ്ങനെയുള്ള കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും റോസ് വളർത്തൽ ഒന്ന് നിർത്തി വച്ചിരിക്കുകയാണ്. ഇന്നും പാക്കിംഗ് ഉണ്ട്. പാക്കിങ്ങിനായിട്ട് എടുക്കുന്ന ചില ചെടികളുടെ മണ്ണ് വളരെ ഹാർഡായിരിക്കും. അപ്പോൾ നമ്മൾ അത് വെള്ളത്തിൽ വെച്ചിട്ട് ലൂസാക്കിയിട്ടാണ് മണ്ണ് മാറ്റാറുള്ളത്. കുറച്ച് മണ്ണ് മാത്രം വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മളത് പൊതിഞ്ഞ് വെക്കുന്നത്. റോസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് ഗ്രോത്തിൻ്റെ വലിപ്പമനുസരിച്ചാണ് നമ്മൾ മണ്ണ് സൂക്ഷിക്കാറുള്ളത് ചെടികളിൽ. അപ്പോൾ ഈ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഈ കവറോട് കൂടി തന്നെ കുറച്ച് നേരം സാഫ് വാട്ടറിൽ ഈ പ്ലാന്റ്സ് മുക്കി വയ്ക്കുക. ശേഷം ഈ മണ്ണെല്ലാം ലൂസായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം കവറെല്ലാം മാറ്റിയിട്ട് അതേ മണ്ണോട് കൂടി നിങ്ങൾ പോട്ട് ചെയ്ത് വെക്കുക. പോട്ട് ചെയ്യുമ്പോൾ മണ്ണ് മണലെ മിക്സ് നിർബന്ധമായിട്ടും വേണം. അതുപോലെ പോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സാഫ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്ലാന്റിന് ഹെവി ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സും ഇലകളുമെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നല്ല വെളിച്ചം കിട്ടുന്നിടത്ത് പ്ലാന്റ്സ് വയ്ക്കുക. റോസിൻ്റെ കെയർ ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്നത് പോലെയാണെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടുന്ന രീതിയിൽ പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും ആഴ്ചതോറും കൊടുക്കുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന പെസ്റ്റിൻ്റെ അറ്റാക്ക് അനുസരിച്ച് അതിൻ്റെ ആവൃത്തി കൂട്ടുക. ഇതെല്ലാം ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഈ ചൂടുള്ള നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഈ റോസ് ചെടികളെല്ലാം നന്നായിട്ട് നിൽക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പെസ്റ്റ് വളരെയധികം അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് റോസ്. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ തന്നെ നോക്കണം.